അപ്പൊ ചേച്ചി നമ്മളിന്ന് എന്താ ഉണ്ടാക്കുന്നേ? ഞണ്ടും കപ്പയും. ഞണ്ടും കപ്പയും. ഞണ്ട് പിടിച്ചോണ്ട് വന്നിട്ടുണ്ടോ? എവിടെന്ന്? വയലിന്ന് പിടിച്ച ഞണ്ടാണല്ലേ. അപ്പൊ ചെറുതാ വലുതാണോ? പാറഞ്ഞണ്ട്. ഓക്കെ. അപ്പൊ പാറഞ്ഞണ്ടും കപ്പയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് എങ്ങനെയാണ് ഇവരുടെ ടേസ്റ്റ് എന്താണെന്ന് നമുക്കിന്ന് അറിയാം. അപ്പം നമുക്കിന്ന് അടുപ്പുണ്ടാക്കാമല്ലോ അല്ലേ? അടുപ്പൊക്കെ ഉണ്ടാക്കണം അല്ലേ? ഉണ്ടാക്കണം. അപ്പം നമ്മൾ അടുപ്പ് കൂട്ടാൻ പോവാണ്. വരാം, അടുപ്പ് കൂട്ടാം. ഓക്കെ. ഈ എന്ത് വെച്ചാണ്? ഈ കല്ല് വെച്ചിട്ടാണോ? ഈ കല്ല് വെച്ചിട്ടാണല്ലേ? അയ്യോ, ഇത് പൊങ്ങൂലല്ലോ. എന്ത് ചേട്ടാ, ആണുങ്ങൾ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. അപ്പം നമ്മൾ ഇവിടെ അടുപ്പ് കൂട്ടാൻ പോവാണ്. ചേട്ടനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി എന്താണ്? ചട്ടി എടുത്തിട്ട് കേട്ടെ. ഇവരിതൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഉപ്പ് ഇവിടെ വെച്ചോട്ടെ ചേച്ചി. മഞ്ഞൾ, മുളക് പൊടി, കാന്താരി. ഭയങ്കര എരിവാണ്, ഞാൻ അറിഞ്ഞില്ല. ഓക്കെ. പിന്നെ ഇതാണ്. ഇതെന്താ? ഉപ്പ്. ചിരിക്കണ്ട. ഇതെന്താ ചേച്ചി ഇത്? എൻ്റെ ദൈവമേ, ജീവനുള്ള ഞണ്ടോ? ഇനി ഇതിലേക്ക് ഇടണം. കഴുകാം അല്ലേ? ഇവിടെ ഇരുന്ന് ചെയ്യാം. നമുക്കിനി ഓടിപ്പോണ്ടല്ലോ ഇത്. ഇതേ പിന്നെ നമ്മൾ ഞണ്ട് ക്ലീൻ ചെയ്യണം എങ്ങനെയാന്ന് കാണാം. വരൂ മോനെ, ഞണ്ടൊക്കെ അങ്ങോട്ട് ക്ലീൻ ചെയ്യാം. ഇവിടെ ഇരി. എത്ര പെട്ടെന്ന് അവർ ക്ലീൻ ചെയ്തെന്ന് കണ്ടില്ലേ? പിന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്ത ഭാഗങ്ങൾ അവരൊന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ചട്ടിയിലേക്ക് ഇടുകയാണ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞല്ലേ? അപ്പം നമ്മളിപ്പം ഞണ്ട് ക്ലീൻ ചെയ്തു. കല്ലുപ്പ് വേണം അല്ലേ? ആ കല്ലുപ്പ് ഒന്ന് എടുത്തു തരും ചേട്ടാ. പിന്നെ കല്ലുപ്പാണ്. ഇതെന്തോരം പൊതികളാ. കല്ലുപ്പ് അല്ലേ? എത്ര ഇനിയും വേണം? കൂടിപ്പോയ കല്ലുപ്പിട്ടു. നന്നായിട്ട് കല്ലുപ്പിലാണ് കഴുകുന്നത് അല്ലേ? അതെന്തിനാ അത് ചെയ്യണേ? കല്ലുപ്പിൽ ഓക്കെ. എന്നിട്ട് ആ വെള്ളം കളഞ്ഞ് ഒന്നും കൂടി കഴുകുക അല്ലേ? നിങ്ങളുടെ ഇവിടെ കല്യാണമോ വല്ല വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ എന്താ ഉണ്ടാക്കാറ്? എന്തെങ്കിലും പച്ചക്കറിയോ പപ്പടം ഉപ്പേരിയൊക്കെ വെക്കും. ഉപ്പേരിയും പപ്പടം ഒക്കെ അല്ലേ കല്യാണത്തിന്? അച്ചിര് കല്യാണത്തിന് എന്തായിരുന്നു? എൻ്റെ കല്യാണത്തിന് പിന്നെ ഉപ്പേരി വെച്ചു, പപ്പടം കാച്ചി, പിന്നെ പച്ചക്കറി വെച്ചു, സാമ്പാറൊക്കെ. സാമ്പാർ. എത്ര പേര് വന്നു? കുറേ ആൾക്കാർ വന്നു.
വിശേഷമായിരുന്നു. ഈ മിച്ചമൊന്നും പോരാ എൻ്റെ കല്യാണത്തിന് വന്ന ആള്. ഈ മിറ്റം പോരാ, ഒരു ഗ്രൗണ്ട് തന്നെ വേണം. അതെ. ഓക്കെ, നമ്മൾക്ക് ഇനി ചട്ടി എടുത്ത് വെക്കാം അല്ലേ? ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ. ഓക്കെ, ഇതെന്തീ ചവയ്ക്കുന്നത്? വെറ്റില അടിക്കയും അടക്കയും. ഒന്ന് കാണിച്ചിരുന്നു ഉണ്ടോ? ഇവരുടെ ഡ്രസ്സിങ്ങിന് ഒരു ഇവിടെ ഒരു പോക്കറ്റ് ഒക്കെ ഉണ്ട് അല്ലേ? ഇത് ഇവിടെ ഒരു കെട്ട് കണ്ടോ? ഇത് വെറ്റില. ഹായ്, ഇത് വാടിപ്പോയല്ലേ? പുകയില. പുകയിലുണ്ട്, അടക്കുണ്ട്, ചുണ്ണാമ്പുണ്ട്. ഇതൊരു സഞ്ചി. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചേ? ഉണ്ടാക്കിയതാണോ? ആഹാ, ഒരു സഞ്ചി ഉണ്ടല്ലേ? ഓക്കെ, വെച്ചോളൂ. ചേട്ടൻ എവിടെ? ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് പറയും, ഭർത്താവ് ഇവിടെ? ഞങ്ങളെ ഭർത്താവൊക്കെ. ആ, അപ്പൊ ആദ്യം നമ്മൾ കാന്താരി മുളക്. എന്റെ ദൈവമേ, അതെന്തായിരുന്നു? പൊട്ടി, ചട്ടി പൊട്ടി. എന്റെ ദൈവമേ. അപ്പൊ ഇനി നമ്മൾ എണ്ണ കുഴച്ചൊഴിക്കുവാണ്. ചേട്ടാ സുഖല്ലേ? വേണ്ടേ? ഞണ്ട് ഇഷ്ടമാണോ? ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഒന്ന് കഴിച്ചു നോക്കിയിട്ട്. ഓക്കെ, തീർച്ചയായും. അപ്പൊ മുളക് ചതക്കുകയാണ്. ഇനി അടുത്ത എന്താ? ആയോ? കറി വെപ്പ. എന്തൊരു കഷ്ടമല്ലേ ഇങ്ങനെ? ഇതിൻ്റെ അകത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും. കളറിന് വേണ്ടെങ്കിൽ ഈ മുളക് പൊടി കുറച്ച്. കളറിന് വേണ്ടിയാണ്. നമ്മളൊക്കെ വലിയ കാര്യത്തിൽ ടീസ്പൂണും ടേബിൾ സ്പൂണും, ഇവിടെ എല്ലാം കൈയളവാണ്. കളറിന് വേണ്ടിയാണ് മുളക് പൊടി അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമ്മള് മസാലയൊക്കെ തേച്ച് ഇനി ഇതിനെ ചട്ടിയിലിടുവാണല്ലേ? ഇത് എത്ര നേരം എടുക്കും? നിങ്ങൾ ഞണ്ട് മാത്രമേ കറി വയ്ക്കുള്ളൂ? നമ്മുടെ ഞണ്ട് ഇങ്ങനെ വെന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ക്രാബിന് നല്ലപോലെ വേവിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ഇത് കുറച്ചു നേരം കൂടെ ആവും അല്ലേ? കുറച്ചു നേരം ആവും. ഇങ്ങനെ കാത്തിരിക്കണം. പൂളയും പുഴുങ്ങി വെക്കാം, ഞണ്ട് കറിയും വേവിക്ക് വെക്കാം, കറുമുറ തിന്നുക. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഏകദേശം ആയില്ലേ? ഞണ്ട് ഏകദേശം ആയി. ഞണ്ട് അപ്പൊ ഇനി നമുക്ക് കപ്പ ചൂടാം. ഞണ്ട് നമുക്കൊരു ഇലയിലേക്ക് മാറ്റാം. മോനെ കുട്ടി, ആ ഇല എടുത്തു കൊടുക്കൂ. അയ്യോടാ, വെയിറ്റ് ഉണ്ടോ മക്കളെ? ഇലയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് ഇനി കപ്പ ചുട്ടിട്ട് നമുക്ക് ഞണ്ടെടുക്കാം. കപ്പയും റെഡി, നമ്മളുടെ ക്രാബും റെഡി. ഓക്കെ, അപ്പം നമുക്കിന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ? കഴിച്ചു നോക്കാം.
അപ്പം നമ്മളുടെ കപ്പ റെഡി. കപ്പയും നന്നായിട്ട് വന്നിട്ടുണ്ട്. കപ്പ ഇഷ്ടമല്ലേ? കപ്പ കഴിച്ചോളൂ. ഇവിടെ ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ പോവാണ്. ചൂടുണ്ട്, അയ്യോ ചൂടുണ്ട് അല്ലേ, നല്ല ചൂടുണ്ട്. പൊളിച്ച് ഇങ്ങനെ എടുക്കണം. തുറന്നു തരുമോ ചേച്ചി? ഇങ്ങനെ പൊളിക്കണ്ടേ? ഈ ഭാഗം കഴിക്കണം അല്ലേ? നല്ല ചൂടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കൊരു പീസും കൂടി തരൂ. ഇതാ എന്തോ തിന്നോണ്ടല്ലേ ഇരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. വേണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. എന്ത് വേണ്ടാത്ത? പല്ലില്ല. എനിക്ക് പല്ലുണ്ട്. ഞാൻ കഴിച്ചു നോക്കി. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല കറുമുറാന്നുണ്ട് അല്ലേ? ഓ അതാണ് നേരത്തെ പാടിയത്. ഞണ്ട് കഴിക്കുക കറുമുറു കറുമുറു, അങ്ങനെയല്ലേ ഒരു പാട്ട്? എന്തായിരുന്നു? ഞണ്ട് തിന്ന് കറുമുറു ചവയ്ക്കുക. അങ്ങനെ ഞാൻ കറുമുറുമായിട്ട് ചവച്ചുകൊണ്ടിരിക്കുക. ഇതാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവുണ്ട്. സൈഡിൽ കപ്പ ചൂടോടെ നല്ല കറുമുറാന്നുണ്ട്. കപ്പയും ഞണ്ടൊക്കെ നന്നായിട്ട്.